ഷുഹൈലാണ് ഇന്ന് നമ്മൾ എത്തിക്കേണ്ടത്. ആലപ്പുഴയിലാണ് അല്ലേ? സർഫിലും അനുപുരം ഇന്നലെ എത്തിയേട്ടാ. അപ്പോൾ ഇവിടുത്തെ നാളത്തെ പരിപാടി ഒരു ഏകദേശം 1000 ആളെ പരിപാടി കേട്ടോ. അത് ഈ പരിപാടിക്കൊരു ടിസ്റ്റ് ഉണ്ട്. ആ ടിസ്റ്റ് എന്തായാലും നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെയുള്ള പൊരിച്ച ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ എത്തിക്കണ ആര്? സർഫലിയും അനുവറും. അപ്പോൾ പൊരിച്ച ബിരിയാണിയാണ് നമ്മൾ വെക്കാൻ നിൽക്കുന്നത്. 1200 ആളെ പരിപാടിയാണ്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിലമാർക്കൊന്നുള്ള ഓഡിറ്റോറിയം അല്ലേ? ഇല്ലടാ അനുവറ? ഓഡിറ്റോറിയം അത് 4 സെപ്പറേറ്റാ ഒക്കെ ഉണ്ടായോ? അപ്പോൾ ഞങ്ങൾ 4 ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ്. പൊരിച്ച ബിരിയാണിക്ക് ഇതാ നമ്മൾ ചെമ്പ് വെച്ചു, മസാല നന്നായി വാട്ടേട്ടാ. നാട്ടിൽ കരിക്കപ്പാറ സെറ്റായിട്ട് നമ്മൾ പോകുന്നേട്ടാ. രാത്രി 2 മണിക്ക് പോകുന്നത്. അതാണ് ഇന്ന് അവിടെ എത്തിച്ചത്. കുഞ്ഞുട്ടിൻ്റെ ഒപ്പം കയറി അവൻ കിടന്നു തുടങ്ങി. ഇരുമോന് ചെങ്കട്ടിക്കുന്ന എണ്ണ അടിച്ചു വരുന്നുണ്ട്. രാത്രി സൈറ്റിലൂടെ എത്തി. പെർഫെക്റ്റ് ഡ്രൈവറാണ്. അവിടെ നമ്മൾ ആപ്പ് ദമ്മിട്ടിട്ട് ചിരട്ടൊക്കെ അടിക്കും. സാധാരണ രൂപത്തിൽ അടിക്കണം. നമ്മൾ ഫസ്റ്റ് ചോറ് കിട്ടിയതാണ്. 3ാം 4ാമത് ദമ്മടിക്കാൻ പോട്ടോ. വെള്ളം അരി വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിരട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചിരട്ട കത്തിച്ച് അവിടെയും ചിരട്ട കത്തിച്ച്. ഈ പൊരിച്ച ബിരിയാണി ആകുമ്പോൾ ചിരട്ട കത്തിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദമ്മിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നീര് വളരെയധികം കുറവായും. അതുകൊണ്ട് ചിരട്ട ഇട്ടുകാണ്ട് നമ്മൾ ഇങ്ങനെ കത്തിക്കുകയാണെങ്കിൽ അടി പിടിച്ചിക്കാണ്ട് പിന്നെ ഇറച്ചതിനും പറ്റില്ല. ഇത് ഫുള്ള് കണലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിരട്ട ഇങ്ങനെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചണിൽ ഒരു പ്രത്യേക ഒരു അതിഥി എത്തിയിട്ടാ. ഇതാരാ അറിയോ? ഇന്ന് നമ്മൾ ബിരിയാണി കഴിക്കൂല. നിങ്ങളെ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നല്ലേ? ബിരിയാണി കഴിക്കാൻ ആഗ്രഹമായി വന്നതാ. ഓക്കെ. ഇവിടുത്തെ പരിപാടിൻ്റെ പ്രത്യേകത നമ്മൾ സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ ഒരു ചെറിയൊരു ഫംഗ്ഷനായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടുത്തെ പരിപാടി നമ്മളാണ്, എൻ്റെ വകയാണ്, ഞങ്ങളെ വകയാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു പരിപാടി. ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ നമ്മളൊരു ഏകദേശം ഒരു 700 പേർക്കുള്ള ഭക്ഷണമാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 1000 പേർക്കുള്ള ഭക്ഷണമാണ്. പക്ഷേ 700 പേർക്കുള്ള ഭക്ഷണം നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കി 300 പേർക്കുള്ള ഭക്ഷണത്തിന് അവരാണ് സാധനങ്ങളൊക്കെ തരുന്നത്. അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് നമ്മൾ വെക്കാൻ കാരണം നമ്മൾ യൂട്യൂബിൻ്റെയും അതേപോലെ ഫേസ്ബുക്കിൻ്റെയും ചെറിയ മോണിറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം ഞാൻ ഈ പ്രവർത്തനം ചെയ്യാൻ കാരണം. അതും ഇനിയും വരും മാസങ്ങളിൽ നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മറ്റുള്ള വീഡിയോകളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. മറ്റുള്ള കുടുംബത്തെ ആരെയും കാണിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പരിപാടി ഇവിടെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.